എന്തൊക്കെയാണ് ഈ ബിഗ് ബോസിൽ സംഭവിക്കുന്നത്? ആരും തന്നെ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ അടുത്ത്. 3 കോടിയിലധികം ജനങ്ങളുണ്ടായിട്ടു. വൈ? എന്തുകൊണ്ട് അന്വേഷണം നിങ്ങൾ തിരഞ്ഞെടുത്തു? വേറെ ആരെയും കിട്ടിയില്ലേ? അതുപോലെ നവീൻ ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നുണ്ട്, ബിഗ് ബോസ് നിങ്ങളിത് അനുഭവിക്കണം, നിങ്ങളുടെ അടുത്താൽ നിങ്ങൾ തന്നെ ഇത് അനുഭവിക്കണം എന്ന് അനീഷിനെ കുറിച്ച് ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നുണ്ട്. എന്തൊരു വെറുപ്പിക്കൽ എന്തായാലും നമുക്ക് വേണമെങ്കിൽ ലിറ്ററലി നമുക്ക് പറയാൻ പറ്റും. അതായത് അനീഷിന്റെ വിചാരം അദ്ദേഹമാണ് ബിഗ് ബോസിലെ രാജാവ്, അല്ലെങ്കിൽ അദ്ദേഹം അവിടുത്തെ മെയിൻ ഗെയിം ചേഞ്ചർ, അല്ലെങ്കിൽ മെയിൻ അറ്റൻഷൻ. മറ്റ് ഓഡിയൻസ് എല്ലാവരും വിട്ടു നോക്കുന്നത് തൻ്റെ പ്ലേ എന്താണെന്ന് അറിയാനാണ് എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താഗതി. പക്ഷേ ഈ കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം വെറും വെറുപ്പീരാണ് അദ്ദേഹം. കാര്യം ഇന്ന് തന്നെ ഒരു 3 പ്രശ്നം. ആദ്യം അനുമോളുമായിട്ടൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് രേണു സുധിയുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ആര്യനുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം മാറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, വളരെ സില്ലി മാറ്റേഴ്സ്. ഇതിന്റെ പേരിൽ വെറുതെ ചൊറിഞ്ഞ് അതും വലിയ എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതെനിക്ക് ലൂപ്പ് മോടി ഒരു 100-150 തവണ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു കളി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ പറയുന്നുണ്ട്, നിറകുടം തുളുമ്പില്ല എന്ന് പറഞ്ഞൊരു സാധനം, ഒരു ഡയലോഗ് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇത് തന്നെ പറഞ്ഞ ഡയലോഗ്, നിറകുടം തുളുമ്പില്ല, ഇത് തന്നെ ഇങ്ങനെ ലൂപ്പ് മോടി കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ തന്നെ ഒരു അതിൻ്റെ ഒരു ഒന്നൊന്നര അവസ്ഥയാണ്. പിന്നെ അതുപോലെ തന്നെ രേണു സുധിയുമായിട്ടുള്ള പ്രശ്നം, അത് രേണു സുധീൻ്റെ അടുത്തും ഒരു തെറ്റുണ്ടെന്ന് തുടങ്ങി പറയാം. നീ എന്ന് പറഞ്ഞ് വിളിക്കരുതെന്ന് രേണു സുധി പറയുന്നുണ്ട്. പക്ഷെ ഇതൊരു ഗെയിമാണ്. അവിടെ കയറി കഴിയുമ്പോൾ എല്ലാവരും അത് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ് വിളിക്കുന്നത് നോക്കിയാൽ മതി. രേണു സുധീനെ മറ്റുള്ളവർ അയാളാ പോടാ നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്നു. പിന്നെ എന്നെ നീ എന്ന് പറഞ്ഞ് നിങ്ങൾ വിളിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം അത് പറയുന്നത് ലോജിക്കുണ്ട് എന്നുള്ള ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിനുശേഷം അനീഷ് പറയുന്നുണ്ട്, ആരാണ് ഈ രേണു സുധി എന്നൊരു 4-5 വട്ടം ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ആരാണ് ഈ സുധി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കുറച്ച് തവണ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മറ്റുള്ളവരൊക്കെ ഇടപെടുന്നുണ്ട്. കാര്യം ഒരു മരിച്ചു പോയ ഒരാളെ പോയിന്റ് ചെയ്തിട്ട് ഇത്തരത്തിൽ സംസാരിക്കുമ്പോഴത്തേക്കും അതൊരു വേറെ പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന അനീഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കണ്ടന്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ആയി നിൽക്കുക ഈ ഒരു സീസണിൽ എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം മാക്സിമം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അത്രക്കൊരു ഭയങ്കര ഒരു കാര്യമുള്ള കാര്യമൊന്നുമില്ല. വളരെ ഒരു സില്ലി മാറ്റർ പിടിച്ചിട്ട് ബിൽഡ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു വെർപ്പിക്കൽ സ്ട്രാറ്റജി തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ബിഗ് ബോസ് തന്നെ അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് നിങ്ങളവിടെ ഒരു ഗെയിം ഉണ്ടാക്കി എടുക്കേണ്ട, ഇവിടെയുള്ള റൂൾസ് ഒബേ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് തന്നെ 1-2 തവണ ഓൾറെഡി ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് അനീഷിന്റെ അടുത്ത്. അനീഷിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആണോ അല്ലെങ്കിൽ ഒരു വെർപ്പിക്കലാണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ.